ഹലോ മൈ ഗൈസ്. അപ്പോൾ എൻ്റെ കൂടെ ആരാ ഉള്ളതെന്ന് അറിയോ? എൻ്റെ കൂടെ നമ്മളെ ദാസപ്പൻ ഉണ്ട്. ദാസപ്പൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഗേൾ ഫ്രണ്ടാണ്. ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടിനെ ആൾക്കാരറിയാതിരിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന ഒരു പേരാണ് ദാസപ്പൻ എന്ന്. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടി ഇപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് അറിയാം. നമ്മളിപ്പോൾ പോണ്ടിച്ചേരിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ ഇതിലാണ്, റോഡ് ട്രിപ്പിലാണ്. അപ്പോൾ നിങ്ങൾ ഇന്നലത്തെ വീഡിയോ കണ്ടിക്കണമെന്ന് അറിയില്ല. ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു പിടുത്തം കിട്ടും. നമ്മൾ ഇന്നലെ അത്തായൊക്കെ റോഡ് സൈഡിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് കുക്ക് ചെയ്ത് ഉണ്ടാക്കി കഴിച്ചൊരു വ്ളോഗായിരുന്നു ഇന്നലെ. അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓ, ഒരു വണ്ടി ഇടിച്ചിക്കണോ? അതൊന്ന് കാണിച്ചു കൊടുത്താ. ഓ, ദാസപ്പൻ കിടിലൻ ക്യാമറമാനാണ്. ദാസപ്പൻ ഇന്ന് അങ്ങോട്ട് പിടിച്ചോളൂ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പോണ്ടിച്ചേരിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെന്താ വെച്ചാൽ പോണ്ടിച്ചേരി ചൂസ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഒന്നുമല്ല, നമ്മൾ ബാക്കിയുള്ള ഒരുവിധം സ്ഥലങ്ങളൊക്കെ അങ്ങനെ ഏകദേശം കവർ ആയിക്കണ്. വീഡിയോസും കാര്യങ്ങളും വരലില്ല എന്നുള്ളൂ. അപ്പോൾ നമ്മൾ പോണ്ടിച്ചേരി ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് പോണ്ടിച്ചേരി ഒന്ന് പോയാലോ എന്നൊരു പ്ലാൻ ആക്കിയതാണ്. ഒന്നുമില്ല, നമുക്കറിയില്ല പോണ്ടിച്ചേരി ഉണ്ടാവുകയെന്നൊന്നും. റീൽസൊക്കെ കണ്ട് മോട്ടറായിട്ടാണ്ട് പോവാണ്. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ വീഡിയോ ഞാൻ അപ്പോൾ ജസ്റ്റ് ഒന്ന് വെറുതെ എടുത്താണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിലെന്താ നമുക്ക് കണ്ടന്റ് ഉൾപ്പെടുത്താമെന്നൊന്നും അറിയില്ല. റോഡ് ട്രിപ്പേ കാരണം ഇനി റോഡ് ട്രിപ്പിലൊന്നും കിട്ടിയിട്ടില്ല. ചാമ്പക്കൊക്കെ റോഡ് ട്രിപ്പിലൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും? അവിടുത്തെ എന്തെങ്കിലും പരിപാടികൾ കാണിക്കും. അതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നോമ്പായതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കണ കണ്ടൻറ്റോ അങ്ങനത്തെ ഒരു സാധനമൊന്നും എടുക്കാനും പറ്റൂല. അപ്പോൾ കണ്ടൻറ്റ് എന്താ ഉണ്ടാവാന്ന് അറിയില്ല. പിന്നെ എന്താ വെച്ചാൽ അവിടെ എടുത്ത് നോക്കുക, അങ്ങനെ തന്നെ കണ്ടൻറ്റ് വരിക. അല്ല ഒന്നും കണ്ടൻറ്റില്ല എന്ന് വിചാരിച്ച് നമ്മൾ വീഡിയോ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ വീഡിയോ ഉണ്ടാവില്ല. ഡെയിലി വീഡിയോ ഇടണം. അങ്ങനെയാണ് യൂട്യൂബിൻ്റെ മലയാളി പറഞ്ഞത്. അപ്പോൾ നമ്മളെന്തായാലേ അങ്ങനെ പോയൊക്കെ. ദാസപ്പൻ്റെ 2 വാക്ക് പറയാം. സൗണ്ട് മാറ്റി പറയരുത്. ദാസപ്പൻ്റെ സൗണ്ട് മാറ്റി പറയാം. ഗുഡ് മോർണിംഗ് അങ്ങനെ മാറ്റി പറയാം. ഇല്ല, എൻ്റെ സൗണ്ട് മനസ്സിലാവും. ദാസപ്പൻ കുറച്ച് ഇൻട്രോവേർട്ടാണ് പറഞ്ഞാൽ ക്യാമറൻ്റെ മുമ്പിലും വീഡിയോൻ്റെ മുമ്പിലും മാത്രമുള്ള ഇൻട്രോവേർട്ട്. അല്ലാത്തുമ്പോൾ ഇൻട്രോവേർട്ടല്ല, അല്ലാത്തുമ്പോൾ എക്സ്ട്രോവേർട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ദാസപ്പനെ ഞാൻ റിവീൽ ചെയ്യും. ദാസപ്പൻ എന്നാണ് എന്നെ റിവീൽ ചെയ്യാൻ പറ്റുക? 1 ഇയർ ആണ് ദാസപ്പൻ നമുക്ക് ടൈം പറഞ്ഞിരിക്കണത്. പക്ഷെ അതിന് മുമ്പ് റിവീൽ ആവണ്ടാവും. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ നാട്ടിൽ പിടിച്ച് റിവീലാക്കുമോ? അതുകൊണ്ട് അങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഞാനും ദാസപ്പൻ ഒറ്റക്കൊള്ളൂ. ഇൻഷാ അല്ലാ നമുക്ക് പോയേക്കെന്നാ. അപ്പോൾ ഗൈസ്, എൻ്റെ ഗേൾ ഫ്രണ്ട് അതായത് ദാസപ്പൻ നമ്മളോട് വീഡിയോ എന്താക്കാൻ ഓളെ വീഡിയോ വരുമ്പോൾ എന്താക്കാൻ പറഞ്ഞു? ബെറാക്കാനത്രേ. അതിനതൊന്നും അറിയില്ല. ബ്ലർ ഏതാണ് അതൊന്നും അറിയില്ല. അപ്പോൾ ബെറാക്കാനത്ര. ബെറാക്കാൻ ഇത് എവിടുന്നാണ് പഠിച്ചത്? ബെറാക്കൽ LKG-ന്നോ? LKG-ലൊക്കെ ബ്ലറാക്കൽ പഠിപ്പിക്കുന്നുണ്ട്. നല്ലൊരു കുട്ടിയല്ല, ഒരു ചേച്ചി നടന്നു പോകുന്നുണ്ട്. ദാസപ്പൻ ഇപ്പടുത്ത് കൊന്നിക്ക് പിടിക്കും. അപ്പോൾ ദാസപ്പൻ വാവനെ പറ്റിയിട്ട് ഒരു 2 വാക്ക് പറഞ്ഞു. സൂപ്പറാണ്, അടിപൊളിയാണ്, പാവാണ്, നല്ല സ്നേഹമാണ്, എന്നെ വലിയ കാര്യമാണ്. തേങ്ങേ ഇത് സൗണ്ട് മാറ്റിയിട്ട് പറയണ കേട്ടോ. ദാസപ്പൻ്റെ സൗണ്ട് ശരിക്കും ഇങ്ങനെയല്ല. ആൾക്കാർ ഇങ്ങനെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ദാസപ്പൻ ഇങ്ങനെ ആക്കണം. ശരിക്കും സൗണ്ട് ഊള സൗണ്ടാ. വെറുതെ പറയണ കേട്ടോ. ദാസപ്പനെ ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കും. ദാസപ്പന് സങ്കടം ഉണ്ടോ ഞാൻ കളിയാക്കണേ? ഉണ്ടോ? എന്നാണ് സഹിച്ചാളാ. അല്ല ഇപ്പോൾ ഒരു പാകമില്ല. ഉണ്ടോ? ആണ് സഹിച്ചാളാ. അപ്പോൾ ദാസപ്പൻ നമ്മൾ പോണ്ടിച്ചേരിയാണ് പോകുന്നത്. ദാസപ്പൻ ഇതേവരെ പോണ്ടിച്ചേരി പോയിക്കണോ? ഓക്കെ. ദാസപ്പൻ ആകെ കോട്ടക്കുന്നുകളിൽ പോയിട്ടെന്ന് പറഞ്ഞു അല്ലേ ദാസപ്പൻ? ദാസപ്പൻ എന്തെങ്കിലും പറയേ ഗൈസ്. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് വീഡിയോസിന് പരിമിതികളുണ്ട്. കാരണം എന്താ വെച്ചാൽ ദാസപ്പനെ നമുക്ക് കാണിക്കാൻ കഴിയില്ല പറഞ്ഞാൽ നമ്മളൊരു എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ ദാസപ്പനെ കാണിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദാസപ്പനെ ഒന്നും സംസാരിക്കാത്തതുകൊണ്ട് ഈ വീഡിയോ കുറച്ച് ബോറായിക്കാരൻ. ഞാൻ ഒറ്റക്ക് ഇങ്ങനെ വളവള പറയുമ്പോൾ നിങ്ങൾക്കും പിടിച്ചൊന്നുമില്ല. അത് എനിക്കറിയാം. അത് കുഴപ്പമില്ല. ഇപ്പോൾ സിനിമയ്ക്കല്ല ഇപ്പോൾ ഷൂട്ട് ചെയ്യണം. ഷെയ്ക്കാവുണ്ട് എന്നൊക്കെ. ഓളപ്പത്തിന് പ്രൊഫഷണൽ ക്യാമറമാനായി. ഇതെവിടെയാണ് ദാസപ്പൻ സ്ഥലം? ഇതെവിടെ എത്തിയിട്ടുണ്ടാവും? സേലം. ഐ തിങ്ക് ദാസപ്പൻ ഇടയ്ക്ക് വീഡിയോ ഒക്കെ ഓണാക്കി കഴിഞ്ഞാൽ പ്രമാണിച്ചായിട്ട് ഇംഗ്ലീഷൊക്കെ പറയും. ശരിക്കും ഇംഗ്ലീഷൊന്നും അറിയാനല്ലോ അവൾക്ക് അല്ലേ ദാസപ്പൻ? ഓക്കെ ദാസപ്പൻ, എന്നാൽ ശരി. ഓക്കെ ബൈ. ഞാൻ കൂടുതലൊന്നും പറയണില്ല. ദാസപ്പൻ കരയുള്ളൂ. ഓക്കെ ബൈ. അങ്ങനെ നമ്മൾ കിലോമീറ്റേഴ്സ് ഓടി. ഇതാ നമ്മൾ പോണ വഴി, അതായത് ഈ ഹൈവേ ഏതാണെന്നറിയില്ല. ചെന്നൈക്കൊക്കെ പോണ ഹൈവേ ആണ്. ചെന്നൈ പോണ്ടിച്ചേരി ആ ഒരു ഹൈവേ ആണ്. പക്ഷെ കിടിലം റൂട്ടാട്ടോ. മീൻസ് നല്ലൊരു റോഡ് ട്രിപ്പൊക്കെ പോകാൻ പറ്റിയ റൂട്ട്. സൈഡിൽ ചുറ്റും മലകളും. ഈ മലകളൊന്നും അല്ല കേട്ടോ, ബാക്കിൽ നല്ല മലകളുണ്ടാകും. അത് കണ്ടിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കാമെന്നുള്ള പ്ലാനിൽ
വീഡിയോ ഓൺ ആക്കിയത്. പക്ഷെ എന്താ വെച്ചാൽ ആ മലകൾ കഴിഞ്ഞു. ഇപ്പോൾ ചെറിയ മലകളുണ്ട്. നല്ലൊരു വൈബിൽ പോകാൻ പറ്റൂലേ ദാസപ്പ? നല്ല വൈബുണ്ട്. അതെ, നമ്മൾ ദാസപ്പനും ഞാനൊക്കെ ആയിട്ട് 1-2 ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദാസപ്പനാണെങ്കിൽ കടന്നുറങ്ങിയേനു. ഇപ്പോൾ കുറച്ച് നേരമായിട്ടാണ് നീച്ചിട്ടുള്ളൂ ദാസപ്പൻ ഉറക്കത്തിൻ്റെ ആളാണ്. ഞാനിങ്ങനെ ഓടിക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ എനിക്കും ബോറടിച്ചിട്ട് ഞാൻ കടന്നുറങ്ങും. റോഡ് ട്രിപ്പിന് ഞാൻ കൊടുക്കുന്ന ആളെന്തായാലും ശരിയായിട്ടില്ല. ദാസപ്പൻ ഉറങ്ങാണ്, ഞാൻ മാത്രം ഡ്രൈവ് ചെയ്യാണ്. അല്ലെങ്കിൽ ദാസപ്പന് വണ്ടി ഓടിക്കാനും അറിയില്ല. പിന്നെ അവൾ ഓടിക്കാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് പോണ്ടിച്ചേരിക്കല്ലേ പോകേണ്ടത്, ആസ്പത്രിക്കല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ തൽക്കാലം കൊടുക്കണില്ല. ചെന്നൈക്ക് ഇനി ഇവിടുന്ന് 329 കിലോമീറ്റർ ഉണ്ട് ചെന്നൈക്ക്. നമ്മളിപ്പോൾ പോകണത് പോണ്ടിച്ചേരിക്കാണ്. നമ്മൾ പോണ്ടിച്ചേരിയിൽ നിന്ന് നമ്മൾ ഇനി ചെന്നൈക്ക് പോകാനൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. ദാസപ്പൻ എന്ത് പറയുന്നു ദാസപ്പൻ? അങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ദാസപ്പനും അതിന് റെഡിയാണ്. അപ്പോൾ നിങ്ങൾ റെഡിയാണോ? നമ്മൾ റെഡിയാണ്. കണ്ടോ, സൈഡിൽ അപ്പുറത്ത് പാടങ്ങളുണ്ട്, അപ്പുറത്ത് മലകളുണ്ട്. ആ മല കാണിച്ചെടുത്താ ദാസപ്പ, കണ്ടോ അവിടെ? അത് ഒന്ന് 1x ഇതിലൊക്കെ ഇട് പൊട്ടത്തി. അവിടെ മലടി ലെഫ്റ്റിൽ ആ മല പോയി. എന്നെ ഇതിൽ തന്നെ കിട്ടോ. ആ ചങ്ങായിക്കണോ? അപ്പൂപ്പൻ. അപ്പൂപ്പനെ കിട്ടി. അതൊക്കെ കിട്ടും. ദാസപ്പൻ അതിൻ്റെ കാളാ. നല്ലൊരു കിഡിലനായി കേട്ടോ. നല്ല കിഡിലർ റൂട്ട്, വൈബിൽ പോകാൻ പറ്റും. അത് കാരണം എന്താ വെച്ചാൽ നമുക്ക് നല്ല വർത്താനൊക്കെ പറഞ്ഞ് റിലാക്സ് ചെയ്ത് 5th ഗിയറിലിട്ട് ഇങ്ങനെ പോവാം. എനിക്ക് ഒന്നാമത് ഡ്രൈവ് ചെയ്യണ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പിന്നെ ഒരു വകുപ്പും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓട്ടണത്. പിന്നെ ഞാൻ എടുക്കലൊക്കെ പോകുമ്പോൾ ഞാൻ ചെക്കന്മാരെ കൊണ്ടുപോകലാണ്. പക്ഷേ ഞാൻ ഗപ്പിൾസായി പോകില്ല. അപ്പോൾ ചെക്കന്മാരെ കൊണ്ടുപോകാൻ പ്രൈവസി ഇഷ്യൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറുക്കന്മാരെ കൊണ്ടാത്താണ്. അല്ലെങ്കിൽ ചെറുക്കന്മാരുണ്ടെങ്കിൽ ഒരു വണ്ടി ഓട്ടും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലേ നമ്മളാണ് പോയത്. അവിടെ കണ്ടോ മലകളുണ്ടോ? അത് കാണണ്ടോ? അതെന്താ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല? ഓക്കെ, സീനില്ല. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മളെ ഇതൊക്കെ പറയാൻ വന്നതാണ്. നമ്മളെന്തായാലും ഇങ്ങനെ പോയ നല്ലൊരു രസമാട്ടോ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഗേൾഫ്രണ്ടൊക്കെ ആയിട്ട് ഒരു തമിഴ്നാട് ആ ഒരു ഏരിയ കൂടി ഹൈവേ കൂടി ഒരു റോഡ് ട്രിപ്പ് വർത്താനൊക്കെ പറയുന്ന ഗേൾഫ്രണ്ട് ആണെങ്കിൽ അടിപൊളിയാണ്. അല്ലാതെ ചത്തമാരി കടന്നുറങ്ങുന്ന ഗേൾഫ്രണ്ട് ആണെങ്കിലും അടിപൊളിയാണ്. നീച്ചുമ്പോൾ അടിപൊളിയാണ്. ഉറക്കം വന്നിട്ടല്ലേ അല്ലേ? അത് കുഴപ്പമില്ല. മനുഷ്യന്മാരല്ലേ അയച്ചിട്ട് ഇവിടെ ഞാൻ അങ്ങനെ 10 മണി എടുക്കുമ്പോഴല്ലേ ഉറങ്ങാം. സേലം ലെഫ്റ്റിക്ക്, ചെന്നൈ നേരെ വളപ്പാടി എങ്ങോട്ടാ? നമുക്ക് എന്തായാലും പോണ്ടിച്ചേരിയാണ്. ഇതേവരെ പോണ്ടിച്ചേരിൻ്റെ ഒരു ബോർഡ് പോലും കാണാനില്ല. അതാണ് കോമഡി. ഒന്നുണ്ടോ? ഓക്കെ. നമ്മളിനി കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഇനിയും പോവാണ്ട്. നമ്മൾ കിലോമീറ്റേഴ്സ് ഓടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് എത്തിക്കണേ. ഇതുകൂടെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ പോണ്ടിച്ചേരി, ചെന്നൈ ഒന്നും ഇതേവരെ പോയിട്ടില്ല. ഈ വീഡിയോ അധികം ആരും കാണില്ല കാരണം ഭയങ്കര ബോറിംഗ് ആക്കാരം. അങ്ങനെയാണ് എൻ്റെ മനസ്സ് പറയണത്. ഓക്കെ, അപ്പം എന്തായാലും അങ്ങോട്ട് പോയോക്കട്ടെ കേട്ടോ. ശരി. നമ്മൾ ഓടി ഒരു ഭാഗത്ത് സൈഡാക്കിയിട്ട് ഒരു തള്ളത്ത് സൈഡാക്കിയിട്ട് ഇനി ഒന്ന് കടക്കാൻ പോവാണ്. നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ചെന്നൈക്ക് 261 നല്ല ബോർഡ് ഉള്ള ഒരു ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിർത്തിക്കണം. ആകുമ്പോൾ ഉറക്കത്ത് നീച്ചുമ്പോൾ തന്നെ പെട്ടെന്ന് കാണുമല്ലോ. അപ്പം ഉറങ്ങാതെ മടി പിടിച്ചാതെ നേരെ നീച്ച് ഓട്ടിച്ചിട്ട്. അപ്പം എന്തായാലും ഞാൻ കടന്നുറങ്ങട്ടെ. ശരി, ഓക്കെ, ബായ്. അപ്പോൾ ഗൈസ് നമ്മളൊരു പവർ നാപ്പിന് വേണ്ടിയിട്ട് ഒന്ന് സൈഡായതാണ്. പക്ഷേ 2.5 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ പൊങ്ങണമെന്നുള്ളൂ. നമ്മളിപ്പോൾ നോർമലി അവിടെ എത്തേണ്ട ടൈം ഒന്ന് തല മാറ്റിക്കാത്താസപ്പ വണ്ടി കാണല്ല. നമ്മൾ നോർമലി അവിടെ എത്തേണ്ട ടൈം 5 മണിയാണ്. ഇനിയിപ്പോൾ അവിടെ എത്തേണ്ട ടൈം പറഞ്ഞാൽ 8:30. അപ്പോൾ അത്രയും സമയം നമ്മൾ ലാഗാക്കി ഉറങ്ങി. കാരണം എന്താ വെച്ചാൽ ഉറങ്ങണം. നിങ്ങൾ എന്തെങ്കിലും വണ്ടി ഓടിക്കുമ്പോൾ ഉറക്കം വരികയാണെന്നുണ്ടെങ്കിൽ സൈഡാക്കിയിട്ട് ഉറങ്ങി തന്നെ വേണം. റിസ്ക് എടുക്കരുത്. നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോകും. അതുകൊണ്ട് സൈഡാക്കിയിട്ട് ഉറങ്ങിയിട്ടാണ് നമ്മൾ പോകണം. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ പോയേക്കാം. തൊണ്ടൊക്കെ പൊയ്ക്കണം ഉറങ്ങി ആകെ ഇതായിട്ട്. ഓക്കെ, ബൈ. അങ്ങനെ കഴിച്ച് നമ്മൾ നോമ്പറക്കാൻ വേണ്ടിയിട്ട് വൈ മൊത്തം തരണം. ഒരു ഒറ്റ കട പോലും കണ്ടില്ല. ലാസ്റ്റ് അജിഫാനും കയറി കണ്ട് കുറച്ച് ഈത്തപ്പഴം വാങ്ങി. ഇനി ഇത് അവിടുന്ന് ജിഗർദണ്ഡ വാങ്ങണോ? ഇപ്പം തന്നെ ആകെ ജിഗർദണ്ടായിരുന്നു. നമ്മളെ ദാസപ്പനെ കണ്ടിരുന്നു. അപ്പോൾ ജിഗർദ കടയിൽ പോയിട്ട് ഒരു ജിഗർദി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ജിഗർദിയും കിട്ടി. ജിഗർദണ്ട. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ നോമ്പറക്കാൻ പോവാണ്. നമ്മളിതൊക്കെ വാങ്ങിക്കണം. എന്താ വെച്ചാൽ ഈത്തപ്പഴം കുറച്ച് വാങ്ങിക്കണേ, പിന്നെ ഒരു മറ്റേ ഡേറ്റ്സിൻ്റെ ഒരു മിൽക്ക് ഷേക്ക് വാങ്ങിക്കണം, പിന്നെ ദാസപ്പന് വേണ്ടി ഒരു മുട്ടായി. ദാസപ്പന് ഇഷ്ടമല്ലേ? ഓക്കെ, അപ്പോൾ ദാസപ്പന് മുട്ടായി, നമുക്ക് 2 ജ്യൂസും പിന്നെ ഈത്തപ്പഴം. അപ്പോൾ എന്തായാലും നമ്മൾ നോമ്പറക്കട്ടെ കേട്ടോ. പിന്നെ ഒരു
ജിഗർദണ്ഡ വാങ്ങിക്കണ്. ഇതെന്താ സാധനം നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങി. ഞാൻ കുടിച്ചിക്കണ് ഇവിടുന്ന് പാലക്കാട് നിന്ന് കുടിച്ചിക്കണ്. പക്ഷേ പാലക്കാട് നിന്നല്ല, മധുരയിൽ നിന്ന് ഇവിടുന്ന് കുടിച്ചിക്കണ്. പക്ഷേ ഇതെന്താ മട്ട നോക്കാമല്ലോ നമുക്ക്. ജിഗർദണ്ഡി വാങ്ങിക്കണം. അപ്പോൾ എന്തായാലും ഞങ്ങൾ നോമ്പറക്കട്ടെ കേട്ടോ. ബാങ്ക് കൊടുത്തിട്ടുണ്ടാവും. എടാ ഈത്തപ്പയുടെ എന്നാൽ കട്ട് ചെയ്തോ. ഇനി ഞങ്ങൾ ഇൻസ്റ്റഗ്രാമൊക്കെ ഒന്ന് നോമ്പറക്കട്ടെ. നല്ല കഷ്ടപ്പാടാണ്, രണ്ടിനും വേണ്ടി നോമ്പറക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ പ്രോപ്പർട്ടിയിലെത്തിയപ്പോൾ തന്നെ നമ്മളെ അടുത്ത് ഒരു ബഗ്ഗി വന്നിട്ട് നമ്മളെ ലഗേജൊക്കെ കൊണ്ടുപോയി റിസപ്ഷനിൽ. ഇനി പോയിട്ട് ചെക്ക് ചെയ്യണം. നമ്മളെന്തായാലും ചെക്കിനൊക്കെ ചെയ്തിട്ട് വരട്ടെ. നല്ലൊരു കിടിലൻ സർവീസ് കേട്ടോ. നമ്മൾ ബുക്ക് ചെയ്തിട്ട് എത്തിയിട്ടുണ്ടാകുന്നില്ല, പക്ഷേ കുറേ നേരമായിട്ട് അവർ വിളിച്ചുകൊണ്ടിരിക്കണം. ഭയങ്കര അടിപൊളി സർവീസ്. സൗഖ്യമേ കവിത കൊട്ടുതേ, കഥ എഴുത നിനക്കയിൽ വാർத்தை മുട്ടുതേ. ഹോ ഹോ കൺമണി அன்போடு கதலன் நான் எழுதும் தன் கடிதமே வந்துட்டோம் நாம உங்க வீடு நீங்க. അങ്ങനെ നമ്മളെ റിസോർട്ടിൽ എത്തിക്കണേ. ഞാനിത് ഇങ്ങനെ കാണിക്കാനുള്ളതല്ല, അത് രാവിലെ ഞാൻ കാണിച്ചു തരാം. രാവിലെ കാണിക്കാൻ മാത്രമുള്ള ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ മോർണിംഗ് കാണാം. അപ്പം ഇനി ഞങ്ങൾ പോയിട്ട് ലഞ്ച് കഴിക്കട്ടെ. ബാക്കി നാളെ.